ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ വീട് വെക്കാൻ കാശില്ല, വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ്, ആരും കടം തരുന്നില്ല, ഒരു ലോൺ എടുക്കാമെന്ന് ആളുകൾ നിർബന്ധിക്കുകയാണ്, കുടുംബക്കാർ നിർബന്ധിക്കുന്നു, സുഹൃത്തുക്കൾ നിർബന്ധിക്കുന്നു, ചിലപ്പോൾ ഭാര്യ നിർബന്ധിക്കും, അറിവില്ലാത്ത ആളുകൾ നിർബന്ധിക്കും. ആ ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത പലിശ അത് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് ജീവിതത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചാൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. ഹറാമായ ബിസിനസ് അത് നമ്മൾ ചെയ്യുകയില്ല, അതെനിക്ക് വേണ്ട, അതിൻ്റെ സമ്പാദ്യം എനിക്കിഷ്ടമില്ല, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത ഒരു നയാ പൈസ പോലും എൻ്റെ സമ്പാദ്യത്തിൽ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതാ ഞാൻ എൻ്റെ ഫോൺ തുറക്കുകയാണ്, ഫോൺ ഓപ്പൺ ആക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാഴ്ച ഈ ഫോണിൽ ഞാൻ കാണുകയില്ല, ഈ ഫോണിൽ ഞാൻ കേൾക്കുകയില്ല. സഹോദരങ്ങളെ, എത്ര ആളുകളാണ് യൂട്യൂബിൽ കോമഡിയും കണ്ട്, യൂട്യൂബിലെ സിനിമകൾ കണ്ട് സമയം കളയുന്നത്. സഹോദരങ്ങളെ, എത്ര വിലപ്പെട്ട സമയമാണ് നമുക്ക് നൽകിയത്. വെറും ചെറിയ ഒരായുസ്സാണ്, അതിൻ്റെ 1/3 നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്. മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അനേക സമയം ചെലവഴിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണ്. സഹോദരങ്ങളെ, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും, അത് ഫോൺ എടുക്കുമ്പോഴാകട്ടെ, ഇവിടെ ഹറാമുകൾ അത് സംഭവിച്ചുകൂടാ. ഞാൻ എൻ്റെ വായ സംസാരിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാണ്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യത്തിനാണെങ്കിൽ അത് ആവാം. അതല്ല ഹറാമായ സംസാരമാണെങ്കിൽ, അതല്ല ഒരു ഉപകാരമില്ലാത്ത സംസാരമാണെങ്കിൽ, മറ്റൊരാളുടെ അഭിമാനം കവരുന്ന ഏഷണിയും പരദൂഷണത്തിനുമാണ് നമ്മൾ വായ തുറക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, നാളെ നഷ്ടമായിരിക്കും. വിചാരണയിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മൾ നമസ്കരിച്ച നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളുമെല്ലാം അവർ കൊണ്ടുപോകും. നമ്മൾ വലിയ നഷ്ടക്കാരായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് 2 ചോയ്സാണ്. ഒന്നുകിൽ ഹലാല് അല്ലെങ്കിൽ ഹറാം, ഒന്നുകിൽ അനുവദനീയമായത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് മുസ്ലിം? ഓരോ സെക്കൻഡിലും, ഓരോ പ്രവർത്തനത്തിലും, ഓരോ വാക്കിലും, ഓരോ ചിന്തയിലും നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവനാണ് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയുന്നത്. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചവൻ, സ്വന്തമായി ഇഷ്ടങ്ങളില്ലാത്തവൻ, അള്ളാഹ്ക്കും റസൂലിനും എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയാൻ കഴിയുന്ന, എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയുന്നവരാണ്, അവനാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുഖി, എൻ്റെ നേർച്ച, വമഹ്യായ, എൻ്റെ ജീവിതം, വമമാതി, എന്തിനേറെ എൻ്റെ മരണം പോലും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു എങ്ങനത്തെ അള്ളാഹുവാണ്? ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ വളർത്തുന്ന, അതിനെ പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. ലാ ശരീക ലഹു, അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമൂൻ, അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളിൽ പ്രഥമനായി ആകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അതാണൊരു വിശ്വാസിയുടെ നിലപാട്. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ അതാണ് എൻ്റെ തീരുമാനം. അവിടെ എനിക്ക് സ്വന്തമായി തീരുമാനങ്ങളില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉയർന്നുവന്ന ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ, പിന്നെ അവർക്ക് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമം തോന്നാതിരിക്കുകയും ചെയ്യുക. അങ്ങനത്തെ ആളുകളാണ്, അവരാണ് സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് മുസ്ലിങ്ങൾ. അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം എന്നുള്ളത്. അതുകൊണ്ട് മതത്തിൻ്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ.
സഹോദരങ്ങളെ, എങ്ങനെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. കുറഞ്ഞ ഒരായുസ്സിൽ നന്മകളും തിന്മകളും നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത്. നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് ലാഭമോ കച്ചവടത്തിൽ വല്ല നേട്ടമോ ദുനിയാവിൽ വല്ല അനുഗ്രഹങ്ങളോ ചേർന്ന് വരുമ്പം അള്ളാഹു എന്നെ റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഞാൻ റബ്ബിൻ്റെ ഫേവറേറ്റാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. ഉറ്റവരുടെ മരണങ്ങൾ കൊണ്ട്, വേർപാടുകൾ കൊണ്ട്, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അതേപോലെ സാമ്പത്തികമായ ലാഭങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ലാഭനഷ്ടങ്ങൾ നൽകിക്കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും. സഹോദരങ്ങളെ, നമ്മൾ മരണത്തിന് ശേഷം നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്കായിരിക്കും റബ്ബിൻ്റെ വിചാരണയിലേക്ക് ഹാജരാക്കപ്പെടുക. നിങ്ങൾ നോക്കി, നിങ്ങൾ ആരെങ്കിലും ഇതിനെ നിഷേധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇതാ പുതിയ ന്യൂ ജനറേഷനായ ആളുകൾ പറയുന്നു, എന്താണ് അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. നാസ്തികതയുടെ ആളുകളുണ്ട്, ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിൽ, കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാത, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു. 43 വയസ്സുള്ള ഞാൻ സഹോദരങ്ങളെ 43 വർഷം മുമ്പ് എവിടെയായിരുന്നു ഞാൻ? എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആ രൂപം കൊണ്ടപ്പോൾ ഞാൻ എവിടെയായിരുന്നു? എനിക്ക് റൂഹില്ലാത്തൊരു ഘട്ടമുണ്ടായിരുന്നു, റൂഹിന് ശേഷം ജീവനുള്ളൊരു ഘട്ടമുണ്ടായിരുന്നു. പ്രസവിച്ചതിന് ശേഷം ഞാൻ ഒന്നും അറിയാത്തവനായി ഈ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹു എനിക്ക് സകല അനുഗ്രഹങ്ങളും നൽകി, സകല കാര്യങ്ങളും ഘട്ടങ്ങളിലൂടെ, വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അള്ളാഹു എന്നെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ ഒരു അള്ളാഹുവിനെ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത ഫഅഹ്യാകും, അവൻ നിങ്ങൾക്ക് ജീവൻ തന്നു. സുമ്മ യുമീതുക്കും, ഇനി പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ നിങ്ങൾ അവരിലേക്ക് മടക്കപ്പെടും. സഹോദരങ്ങളെ, മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ഒരാൾക്കും നിഷേധിക്കാനാകാത്ത ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ് മരണം. 100% സംഭവിക്കും എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ മരിക്കുമെന്നുള്ളത്. അത്രത്തോളം യാഥാർത്ഥ്യമാണ് മരണം. ആ മരണത്തെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നിഷേധിക്കുക? പിന്നെ എന്താണ് നമ്മൾ സംശയിക്കുന്നത്? ഈ മരണത്തിന് ശേഷം നമ്മൾ ഇതേപോലെ മുഹമ്മദും ആയിഷയും അബൂബക്കറുമായി തിരിച്ചു വരില്ലെന്നാണോ? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനാകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളാകുകയില്ല. ഈ മരിച്ചുപോയ ഒറിജിനൽ നിങ്ങളല്ല രണ്ടാമത് വരിക എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഈ അള്ളാഹു, ഈ മുകളിലേക്ക് നോക്കൂ, ചുറ്റും നോക്കൂ, എവിടെ നോക്കിയാലും കാണുന്ന ഈ വലിയ പ്രപഞ്ചം അതിൻ്റെ വലുപ്പം പോലും നിർണയിക്കാൻ ഇന്ന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സാധിച്ചിട്ടില്ല. നാസയുടെ ലോകത്തെ ബഹിരാകാശത്തെ പറ്റി പഠിപ്പിക്കുന്ന നാസയുടെ വലിയ ടെലസ്കോപ്പുകൾക്ക് പോലും ലോകത്തിൻ്റെ വലുപ്പം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല ലോകത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന്. അവസാനം അവർ പറയുന്നത് ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അതിനേക്കാളൊക്കെ ഏറെ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, ഒരു മൺതരിയുടെ വലുപ്പം എത്രയാണ്? ഒരു നക്ഷത്രത്തിൻ്റെ വലുപ്പം എത്രയാണ്? സഹോദരങ്ങളെ, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലുപ്പമുണ്ട് ഒരു സൂര്യന്റെ വലിപ്പം 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമാണ്. ആ സൂര്യൻ വളരെ ചെറിയ ഒരു നക്ഷത്രമാണ്. സൂര്യനേക്കാൾ കോടാനകോടി വലിപ്പമുള്ള അനേക കോടാനകോടി നക്ഷത്രങ്ങളുള്ള ഈ മഹത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് നമ്മളെ മരിപ്പിക്കുന്നത്. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ആകാശലോകത്ത് നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന ഈ സൃഷ്ടിജാലങ്ങൾ, ചെറുതും വലുതുമായ ഒരു ഉറുമ്പ് മുതൽ ഏറ്റവും വലിയ സൃഷ്ടിപ്പായ അർശ് വരെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി ഗാംഭീര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സൂറത്തു തൂറിൽ മഗ്രിബിന്റെ സമയത്ത് മഗ്രിബിന്റെ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂല് തൂർ സൂറത്ത് ഓതി. സഹോദരങ്ങളെ, അം ഖുലിഖൂ മിൻ ഖൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതല്ല,
അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? നമ്മളാണോ സഹോദരങ്ങളെ നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളാണോ ഈ ഭൂമി സൃഷ്ടിച്ചത്? നമ്മളെ വാപ്പയാണോ സൃഷ്ടിച്ചത്? പേരെടുത്ത് പറയാവുന്ന ആരെങ്കിലുമാണോ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. അതല്ല, അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്? അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് നമുക്ക് ചുറ്റും കാണുന്ന. നിങ്ങൾ നമ്മളിലേക്ക് നോക്കൂ. ഇതാ ഈ ഒരു കൊറോണ കാലത്ത് ആളുകൾ ഓക്സിജൻ ശ്വസിക്കാൻ വിഷമിച്ചു. വായു ഉള്ളിലേക്കെടുക്കാൻ പറ്റുന്നില്ല. കൊറോണ രോഗികളുടെ എണ്ണം പെരുകി വന്നു. സർക്കാർ ഭയപ്പെട്ടു, ജനങ്ങൾ ഭയപ്പെട്ടു. ഓക്സിജൻ ക്ഷാമമുണ്ടായി. വലിയ വലിയ നഗരങ്ങളിൽ ആളുകൾ ഓക്സിജന് വേണ്ടി ക്യൂ നിന്നു. മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ തരാം, ഒരു ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ തരൂ എന്ന് ആളുകൾ സോഷ്യൽ മീഡിയകളിൽ എഴുതി. സഹോദരങ്ങളെ, എന്തേ? അന്തരീക്ഷവായുവിൽ 21% ഓക്സിജൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഓക്സിജൻ ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് സാധിച്ചില്ല? ഒരു പണവും കൊടുക്കാതെ, ഒരു ചെലവുമില്ലാതെ വർഷങ്ങളോളം നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചില്ലേ സഹോദരങ്ങളെ? അള്ളാഹുവിന് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ സഹോദരങ്ങളെ? ആ റബ്ബാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവെ ആരാധിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. നിങ്ങൾ ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ശ്രീബുദ്ധനെ ആരാധിക്കണമെന്നല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും കാലം ഓക്സിജൻ തന്ന, നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളുടെ കിഡ്നി പ്രവർത്തിപ്പിച്ച സഹോദരങ്ങളെ, കിഡ്നി സ്റ്റക്കായി കഴിഞ്ഞു. എന്തുണ്ട് മാർഗം? ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. 4 മണിക്കൂറാണ് ഒരു ഡയാലിസിസ്. ആ മെഷീൻ്റെ അടുത്ത് 4 മണിക്കൂർ കിടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അതും 1.5 ദിവസത്തെ ആയുസുള്ളൂ. 1.5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡയാലിസിസിന് വരണം. സഹോദരങ്ങളെ, കിഡ്നി മാറ്റിവെക്കണം, 20 ലക്ഷം ചെലവാണ്. സഹോദരങ്ങളെ, ലിവർ മാറ്റിവെക്കണം, 40-50 ലക്ഷം ചെലവാണ്. മജ്ജ മാറ്റിവെക്കണം, 25 ലക്ഷം ചെലവാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ വെറുതെ തന്ന ഒരു റബ്ബിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക? കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ നിഷേധിക്കും? സാധ്യമല്ല. യാ അയ്യുഹന്നാസ്, അതുകൊണ്ട് ഒറ്റ മാർഗമുള്ളൂ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. ആരാണ് റബ്ബ്? റബ്ബാരാണ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള നിങ്ങളുടെ പൂർവ്വ പിതാക്കളെയും സൃഷ്ടിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്. അതീഉല്ലാഹ വ അതീഉർ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാനാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ആസിബ് വാസിൽ എന്ന വ്യക്തി അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ടോ ഒട്ടകത്തിന്റെ നുരുമ്പിയ ഒരെല്ലിന്റെ കഷ്ണം അങ്ങനെ പിടിച്ച് ഞെരുക്കിയിട്ട് ആ പൊടി ഇങ്ങനെ പറത്തി ഊതി. സഹോദരങ്ങളെ, ഒരു നുരുമ്പിയ ഒട്ടകത്തിന്റെ പഴയ ജീർണിച്ച എല്ലിന്റെ കഷ്ണം കയ്യിലിട്ട് നുരുമ്പി അതിൽ പൊടി പാറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഊതിയിട്ട് അദ്ദേഹം ചോദിച്ചു, മുഹമ്മദേ, ഈ പൊടിയിൽ നിന്നും വീണ്ടും ഒരു ജീവൻ എടുക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് സൂറത്തു യാസീനിൽ അല്ലാഹു മറുപടി പറഞ്ഞു. വദറബ ലനാ മസലം വനസിയ ഖൽഖഹു, അവൻ നമുക്കൊരു ഉപമ എടുത്തു കാണിച്ചു. ഖാല, അവൻ ചോദിച്ചു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പിച്ച എല്ലുകളിൽ നിന്ന് ആരാണ് അവർക്ക് ജീവൻ നൽകുന്നത് എന്ന ഉപമ അവൻ എടുത്തുകാട്ടി. കുൽ, നബിയെ താങ്കൾ മറുപടി പറയുക, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം ആരാണോ അതിനെ ജീവിപ്പിച്ചത് അവൻ തന്നെ അതിനെ രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് അവനോട് നീ മറുപടി പറയുക എന്ന് അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. സഹോദരങ്ങളെ, അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. മരണത്തിനു ശേഷം ജീവിതത്തെ നിഷേധിച്ച ആ വ്യക്തിക്ക്, ആ ഒട്ടകത്തിന്റെ നുരുമ്പിയ എല്ല് പൊടിപാറിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ പരിഹസിച്ച ആ വ്യക്തിക്ക് അല്ലാഹു വഹി ഇറക്കിക്കൊണ്ട് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. സഹോദരങ്ങളെ, ആദ്യം ആരാണോ ജീവൻ നൽകിയത് ആ അല്ലാഹുവിന് രണ്ടാമതൊരു തവണ ജീവൻ നൽകാൻ എന്താണ് പ്രയാസം? സഹോദരങ്ങളെ, ലളിതമായി നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങകൾ, ആ മാങ്ങയുടെ അണ്ടികൾ നമ്മുടെ വേസ്റ്റിൻ കുഴികളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം ആ മാങ്ങയുടെ അണ്ടി മുഴുവൻ മുളച്ച് ചെറിയ മാവിൻ തൈകൾ, ചക്കയുടെ കുരുമുളച്ച് ചെറിയ ചക്കത്തൈകൾ ഉണ്ടാകുന്നു.
നമ്മൾ എടുക്കാൻ പോയ, നമുക്ക് ഒഴിവ് കിട്ടാഞ്ഞിട്ട് നമ്മൾ പൊറുക്കാൻ മറന്നുപോയ തേങ്ങ മുളച്ചു വരുന്നു. സഹോദരങ്ങളെ, ഇത്രയും ചെറിയ ചെറിയ സൃഷ്ടികൾ പോലും അതിൻ്റെ വിത്തുകളായി മുളക്കുമെങ്കിൽ മനുഷ്യനെന്നൊരു വിത്ത് മാത്രം മുളക്കുകയില്ല എന്ന് വിചാരിക്കാൻ എന്ത് ധൈര്യമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്? മനുഷ്യരെന്ന വിത്ത് എന്തുകൊണ്ട് മരണശേഷം മുളക്കുകയില്ല? ഒരു മാങ്ങയുടെ അണ്ടി മുളക്കുമെങ്കിൽ, ഒരു ചക്കക്കുരു മുളക്കുമെങ്കിൽ, അതിനെ മുളപ്പിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് മനുഷ്യനെന്ന വിത്ത് മാത്രം എങ്ങനെ മുളപ്പിക്കാതിരിക്കാൻ കഴിയും? സാധ്യമല്ല സഹോദരങ്ങളെ. നമ്മൾ മരണത്തിന് ശേഷം എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്കായി നമ്മൾ വിചാരണക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. അതൊരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. നമുക്ക് ജീവൻ നൽകി, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നമ്മളെ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും ഈ ജീവിതത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയും ഈ ഒരു ജീവിതത്തിലെ കണക്ക് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 1/3 പരലോകത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 വർഷത്തെ പ്രബോധനം അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ മുഴുവനും പരിശോധിച്ചു നോക്കൂ. അവിടെ പറയുന്നത് മുഴുവൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ചെയ്യും, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും, നന്മകൾക്കനുസരിച്ചും തിന്മകൾക്കനുസരിച്ചും പ്രതിഫലം നൽകപ്പെടും. അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് കാണും. അവസാനത്തെ 2 ജുസ് നമുക്കൊക്കെ കാണാപാഠം അറിയുന്ന അമ്മയും തബാറക്കയും ജുസുകൾ, ആ ജുസുകളിലെ മുഴുവൻ സൂറത്തുകളും പരിശോധിച്ചോളി. അത് മുഴുവൻ മക്കിയായ സൂറത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യത്തെ 13 കൊല്ലം ഇറങ്ങിയ സൂറത്തുകളാണ്. സഹോദരങ്ങളെ, അത് മുഴുവൻ വിളിച്ചു പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ തന്നെയാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള വലിയ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നമുക്ക് നൽകുന്ന പാഠം. അതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും നമ്മുടെ പ്രാർത്ഥന ഉയരാൻ പാടില്ല, നമ്മുടെ സഹായങ്ങൾ ഉയരാൻ പാടില്ല, നമ്മുടെ നേർച്ചകൾ ഉയരാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയും സഹായ തേട്ടവും നേർച്ചയും സത്യം ചെയ്യലും, അങ്ങനെ തൗഹീദിന്റെ ഏതെല്ലാം ആരാധനയുടെ ഏതെല്ലാം വകുപ്പുകളുണ്ടോ അതെല്ലാം അല്ലാഹുവിന് മാത്രമാക്കുക എന്നുള്ളതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ബാധ്യസ്ഥരായവരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവാചകൻ, നമ്മൾ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന നമ്മുടെ നബി, നമ്മളാരും ഇതേവരെ ഒരു നോക്ക് പോലും നമ്മുടെ നബിയെ കണ്ടിട്ടില്ല സഹോദരങ്ങളെ. നബിയുടെ ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിലില്ല. പക്ഷേ നമ്മൾ നമ്മുടെ മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂലിനെയാണ്. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആളുകളായത്. കാണാതെ, ചിത്രം കാണാതെ, ഒരു ചിത്രം പോലും സങ്കല്പിക്കാതെ നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ജീവിതത്തിലൂടെ നമ്മൾ നബിയെ അനുധാവനം ചെയ്യുന്നുണ്ട്. നമ്മൾ നബിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? പാട്ടുപാടിയിട്ടല്ല, കാറിലും വീട്ടിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടല്ല, കാറിൽ സ്റ്റിക്കർ തൂക്കിയിട്ടല്ല, ബിസിനസ് സ്ഥാപനങ്ങളിൽ മുഹമ്മദിന്റെ സ്റ്റിക്കർ തൂക്കിയിട്ടല്ല നമ്മൾ നബിയെ സ്നേഹിക്കുന്നത്. എന്താണ്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന റസൂലിന്റെ കൽപ്പനയെ അനുധാവനം ചെയ്തവരാണ് നമ്മൾ വിശ്വാസികൾ, നമ്മൾ മുസ്ലിങ്ങൾ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആളുകൾ. നമ്മൾ ആ നബിയെ സ്നേഹിക്കുന്നത് നബിയെ പിൻപറ്റുന്നതിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ശരിയായ മാർഗം. ഇതാണ് ശരിയായ മാർഗം എന്ന് മാത്രമല്ല, ഇത് മാത്രമാണ് ശരിയായ മാർഗം. ഇതല്ലാത്ത മാർഗങ്ങളെല്ലാം തെറ്റാണ്, എല്ലാം നരകത്തിലേക്കുള്ള മാർഗങ്ങളാണ്, പരലോക നാളിൽ നഷ്ടം സംഭവിക്കുന്ന മാർഗങ്ങളാണ്. ഇത് മാത്രമാണ് ശരിയായ മാർഗം. ആ തിരിച്ചറിവോടുകൂടി ഈ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.